ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ഐഫോൺ iOS 26 ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. എന്താണ് iOS 26 അകത്തുള്ള ഫീച്ചേഴ്സ് എന്നും കുറേ ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും. എൻ്റെ കയ്യിലുള്ള ഫോൺ iPhone 15 Pro Max ആണ്. ഞാനൊരു 2-2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 16 Pro Max ഉണ്ട്. അതെൻ്റെ സെക്കൻഡറി ഫോണാണ്. പക്ഷേ 16 Pro Max എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ട്, നിങ്ങൾ iOS 26 പലരും അപ്ഡേറ്റ് ചെയ്ത് കാണും. പക്ഷേ ചിലർ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഇരിക്കുമായിരിക്കും, ഓക്കെ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടേ. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചാർജ് വെരി ഇമ്പോർട്ടൻറ്റ്. ചാർജിൽ കുത്തി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഭയങ്കര റിസ്ക്കിയാണ്. നിങ്ങളുടെ ഫോൺ ഒരു 85 to 90% ചാർജ് ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ചാർജർ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യുക. ചാർജ് ആയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് റിസ്ക് തീരുന്നില്ല. നിങ്ങളുടെ ഫോണ് എങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടേ ഇല്ല ഇന്നേ വരെ. നിങ്ങളുടെ ഫോണിന് നല്ലൊരു ഹാർഡ്വെയർ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണൊരു കല്ലിലേക്ക് ഇടിച്ച് വീണു, പക്ഷേ ബോഡിക്കൊന്നും പറ്റിയിട്ടില്ല, എന്തെങ്കിലും അകത്ത് വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും സേഫ്. കാരണം ഇപ്പോഴും അതൊരു ബീറ്റാ സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം iOS പൊതുവെ വരുന്ന സമയത്ത് കുറേ ബഗ്ഗുകളുമായിട്ടാണ് വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര റിസ്ക് എടുക്കണമെന്ന് ഞാൻ പറയും. പിന്നെ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ആ ഫോണിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തത്, നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറെ ഒരു സ്കിൻ, ഫോർ എക്സാമ്പിൾ ഒരു തുണി നിങ്ങൾ മാറ്റിയിടുന്നത് പോലെ, തുണി ഇടുന്ന സമയത്ത് അതൊരു ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അത് നിങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ആ ഡ്രസ്സ് നിങ്ങൾ കുത്തി കയറ്റി കഴിഞ്ഞാൽ ഡ്രസ്സ് കീറും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അതേ സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ സേഫായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിനകത്ത് ചാർജ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഈ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഓവർ സർജ് ആവാനും, അതുപോലെ തന്നെ ആ സമയത്ത് ബാറ്ററി ഡാമേജ് ഉണ്ടാവാനും, ഫോൺ ബ്രിക്ക് ആവാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈനുകളും കാര്യങ്ങളും വരും. സോ ടെക്നിക്കലി ലൈനുകളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ എവിടെയെങ്കിലും വീണിട്ടുണ്ടായിരിക്കും, ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹാർഡ്വെയർ ഡാമേജ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി എൻ്റെ ഫോണിൻ്റെ അകത്ത് വേറെ ഹാർഡ്വെയർ ഡാമേജ് ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നിങ്ങളുടെ ഫോണ് കുറേ നേരത്തേക്ക് ഓഫായതിനു ശേഷം നല്ലപോലെ ഹീറ്റാവും എന്ന് വെച്ചാൽ നല്ല വെടിക്കെട്ടായിട്ട് ഹീറ്റാവും. അത് വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓൾറെഡി നിങ്ങളുടെ ഫോൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ 15 Pro Max ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള iOS 18 വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതും ബിൽഡ് ചെയ്തിട്ടുള്ളതും. ടെക്നിക്കലി iPhone 17 Pro Max ആണ് iOS 26 വേണ്ടിയിട്ട് അവർ ടെക്നിക്കലി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡിവൈസുകളിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് പല എക്സ്ട്രാ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഫ്യൂസിൻ ചെയ്ത് തരുവാണ്. അപ്പോൾ ഇത്രയും വലിയ ഡേറ്റ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് കയറുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള പ്രോസസ്സാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ ഓഫായി നിൽക്കും. പിന്നെ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിളിൻ്റെ ലോഗോ ഇങ്ങനെ വരും. ഇനി നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ iOS 26 എന്ന് പറഞ്ഞത് ലിക്വിഡ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തീമോട് കൂടിയാണ് വരുന്നത്. ഇതിനകത്ത് വലിയൊരു ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എനിക്കിപ്പോൾ iOS 26 അകത്തുള്ള ഡിസൈൻ അവർ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തീരെ താല്പര്യമുള്ളതല്ല. എനിക്ക് പണ്ടത്തെ ഡിസൈനായിരുന്നു കുറച്ചുകൂടി ഇഷ്ടമായിരുന്നത്. അതിൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പുതിയ വേർഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പുതിയ വേർഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയൊക്കെ അത് പഴയതിലേക്ക് ആക്കാമെന്നുള്ളത്. ആദ്യം നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ തന്നെയാണ്. ലുക്ക് ആൻഡ് ഫീൽ വൈസ് വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ആപ്പിൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് ക്ലിയർ ആപ്പ് ഐക്കൺസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്ന ആപ്പ് ഐക്കൺസ് ആണ് വന്നിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൊത്തം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ
മാത്രം നിങ്ങൾ എനേബിൾ ചെയ്താൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3D ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ഏതൊരു വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാലും ഒരു 3D എഫക്റ്റ്. പണ്ട് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് 3D വാൾപേപ്പർ ഇടാൻ പറ്റുന്നത്. അതേപോലത്തെ ഒരു 3D വാൾപേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. 3D വാൾപേപ്പർ എനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഹോൾഡ് പ്രസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു 3D എഫക്റ്റ് വരും. ഇതേ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ, ആ ഗാലറിക്കകത്തുള്ളതോ അല്ല ആൽബത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ സെപ്പറേഷൻ ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പ് കോർണറിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പേഷ്യൽ ഫോട്ടോ ഇത് എനേബിൾ ചെയ്യും. അതായത് ഇത് മൊത്തം സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 3D എലമെൻറ്റ് കൊണ്ടുവരും. സോ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ആക്ച്വലി എൻജോയ് ദീസ് ഗിമിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ നമ്മുടെ മേജർ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ iMessage ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ iMessageൻ്റെ അകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. വാട്സപ്പിൻ്റെ ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന പോലെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു ഫീച്ചറുണ്ട്. നിങ്ങളുടെ iMessageൽ ആർക്കാണോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്സ് സെലക്ട് ചെയ്തിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇത് അത്രയ്ക്കും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ ഇടണം, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിച്ചതുപോലെ തന്നെ. ഇനി നിങ്ങൾക്ക് ഓട്ടോ ട്രാൻസ്ലേറ്റ് വന്നിട്ടുണ്ട്. iMessageൽ നിങ്ങൾ വേറൊരു ഭാഷയിലുള്ള ഒരാളുമായിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ പോയതിന് ശേഷം ഡിഫോൾട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ ട്രാൻസ്ലേറ്റ് ഉണ്ടാവും. ആ ട്രാൻസ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സ്പാനിഷിലാണ് അവർ റിപ്ലൈ തരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്ത് അത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ആയി കിട്ടും. യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ വർത്ത് ഇറ്റ്. അടുത്തൊരു ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറുണ്ട്, ഡേർട്ടി ലെൻസ് റിമൈൻഡർ. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ലെൻസിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ അങ്ങനെ അഴുക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൈൻഡറായിട്ട്, അതായത് അതിങ്ങനെ കാണിക്കും. അതായത് ലെൻസ് ഡേർട്ടിയാണ്, നിങ്ങൾ തുടച്ചിട്ട് ഫോട്ടോ എടുക്കും എന്നുള്ളത്. ഇത് എനേബിൾ ചെയ്യണം. നമ്മൾ ഡിഫോൾട്ടായിട്ട് എനേബിൾഡ് ആയിട്ട് വരില്ല. ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, ക്യാമറയിലേക്ക് പോവുക, സ്ക്രോൾ ചെയ്ത് താഴെ പോകുന്ന സമയത്ത് ഡേർട്ടി ലെൻസ് റിമൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ മതി. ഡൺ. ഐഫോൺ യൂസേഴ്സിന് ചാർജ്, ബാക്കപ്പ് എന്നൊക്കെ പറയുന്നതൊരു തലവേദനയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ യൂഷ്വലി 20% താഴെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണിൻ്റെ അകത്തേക്ക് വന്നിട്ട് ബാറ്ററിയിലേക്ക് പോയിട്ട് ലോ പവർ മോഡ് എനേബിൾ ചെയ്യണം. ലോ പവർ മോഡ് എനേബിൾ ചെയ്താൽ തന്നെ ഭയങ്കര വൃത്തികെട്ട മൂഡാവും, ചാറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സ്ലോ ആവും. ഇതിനിപ്പോൾ വേറൊരു ഫീച്ചറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ബാറ്ററി എടുത്തതിന് ശേഷം പവർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് പവർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡാപ്റ്റീവ് പവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി എത്രത്തോളം ഡ്രെയിൻ ആവുന്നു എന്നുള്ളത് അനുസരിച്ച്, അതായത് നമ്മളിത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഒരുപാട് ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ ലോ പവർ മോഡ് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ട്വീക്സും പെർഫോമൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ്, അതായത് ടെക്നിക്കലി നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് തരുന്നില്ല, നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ബ്രൈറ്റ്നസ്സൊക്കെ കുറച്ച് നിങ്ങളുടെ യൂസബിലിറ്റി മൊത്തം കുറച്ചതിന് ശേഷം ബാക്കപ്പ് ഓട്ടോമാറ്റിക്കലി തരുന്നു. അപ്പോൾ നിങ്ങൾ മാനുവലി വന്ന് ലോ പവർ മോഡ് എനേബിൾ ചെയ്യണ്ട. ചിലപ്പോൾ നമ്മൾ കാണുന്നത് 10% ഒക്കെ ആയതിനു ശേഷമായിരിക്കും ലോ പവർ മോഡ് എനേബിൾ ചെയ്യണമെന്ന് തന്നെ ഓർക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും വരില്ല. ഓണാക്കി വെച്ചോ ചിലപ്പോൾ ഉപയോഗം വരും. നമ്മുടെ iOS 26 റെഡി ആയിട്ടുണ്ട്, എൻ്റെ ഫോണിൻ്റെ അകത്തേക്ക് ആക്കി. മൊത്തത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കൺട്രോൾസ് നോക്കിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു തീമിലാണ് ഇപ്പോൾ ഉള്ളത്. ടു ബി ഓണസ്റ്റ്, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ മാറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീനിൽ ഹോൾഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും, എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് എടുക്കുക, എന്നിട്ട് ഡാർക്ക് തീമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് തീം ആക്കുക. എനിക്ക് ഡാർക്ക് തീമാണ് ഇഷ്ടം. ഓർ എൽസ് ടിൻറ്റഡ് തീം ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാൾപേപ്പർ എന്താണോ ആ വാൾപേപ്പറിൻ്റെ തീമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്കൺസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കളേഴ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡാർക്ക് ഇട്ടു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതി എൻ്റെ ഫോൺ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കാക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ആൻഡ്രോയിഡിലൊക്കെ വന്നിട്ട് വർഷങ്ങളായെങ്കിലും ഈ ഫോണിൻ്റെ അകത്ത് വരാത്തതും ഐഫോണിൽ വളരെ ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര നേരം എടുക്കും, അതായത് ഫുൾ ചാർജായി കിട്ടാൻ എത്ര നേരം എടുക്കും എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. അതായത് ലോക്ക് സ്ക്രീനിലാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയാലും ഇത് കാണാൻ പറ്റും. ബട്ട് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ജനറലി ഉള്ള വേറെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ എയർപോഡ്സ് പ്രോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തത് ലൈവ് ട്രാൻസ്ലേഷൻ, അതായത് ഐഫോൺ
അതായത് നിങ്ങളുടെ എയർപോഡ്സ് പുറത്ത് ഇപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്താണോ സംസാരിക്കുന്നത് ആ ലാംഗ്വേജ് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തോട് കേൾപ്പിച്ച് തരും, വിച്ച് ഈസ് നൈസ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് നമ്മുടെ എയർപോഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ കാണാൻ പറ്റുന്നത്, അതായത് പോസ് മീഡിയ വെൻ യു ആർ സ്ലീപ്പിംഗ് ഓർ വെൻ യു സ്ലീപ്പ്. അതായത് നിങ്ങൾക്ക് ഇത് വെച്ചതിന് ശേഷം, ഞാനൊക്കെ ചെയ്യാറുള്ള പരിപാടിയാണ്, നമ്മൾ പാട്ട് വെച്ചിട്ട് കിടന്നുറങ്ങും, പാട്ട് കേട്ട് കേട്ട്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പാട്ട് പോസ് ആവും. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം ആൻഡ്രോയിഡിലൊക്കെ ഇഷ്ടംപോലെ ഫോണുകളിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഐഫോണിൽ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തീരെ പിടിക്കാത്തൊരു സംഭവമാണ് ഐഫോണിൻ്റെ ക്യാമറയുടെ ഡിസൈൻ മാറ്റിയത്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നി. ഇങ്ങനെ മാറ്റണ്ടായിരുന്നു, ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള വള്ളികളൊക്കെ ഇവന്മാർ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തീരെ താല്പര്യമില്ലാതെ തോന്നി. എന്തോ ഇങ്ങനെ ഒരു ഡിസൈൻ ചേഞ്ച്, അതായത് ഇതിൻ്റെ അകത്തൊരു ഡിസൈൻ ചേഞ്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ iOS 26 ഒരു മൊട്ട പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ ഇതൊക്കെ കുറച്ച് മുന്നേ ഇവർ കൊണ്ടുവരേണ്ട ഫീച്ചേഴ്സ് ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒട്ടും എൻജോയ് ചെയ്യാത്ത ഒരു സ്കിന്നായി മാറി iPhone 26. ഇതിനകത്തുള്ള ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ ഫീച്ചേഴ്സ് എക്സലൻറ്റ്. ആസ് എൻ ഐഫോൺ യൂസർ, ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് യൂസറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ iPhone 16 Pro Max, ഞാൻ 17 Pro Max ഓർഡർ ചെയ്ത് നാളെ വരും. അപ്പോൾ നാളെ 17 Pro Max എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തൊട്ട് ഓപ്പോസിറ്റ് ഒരു സാംസങ് ഗാലക്സി S25 26 ഒക്കെ ഉള്ള ഒരുത്തം വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൻ നാണം കെടുത്തി നമ്മളവിടെ ഇട്ട് ഉരിച്ച് കളയും. കാരണം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അത്ര ഫീച്ചേഴ്സൊന്നുമില്ല. പക്ഷേ ഐഫോൺ എടുക്കുന്നത് ഇത്രയും ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടും അല്ല. ഐഫോൺ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മേ ബി സർട്ടൺ ആയിട്ടുള്ള കുറേ നീഡുകളും സർട്ടൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. എനിവേ, ഞാനൊരു ആൻഡ്രോയിഡ് ആൻഡ് iOS യൂസറാണ്. ആൻഡ് ഞാൻ iOS ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് iOS 26 കൈൻഡ് ഓഫ് സോർട്ട് ഓഫ് ഡിസപ്പോയിൻറ്റിങ്. ബട്ട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ മസ്റ്റായിട്ട് ഉപയോഗമുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ വീഡിയോ അബൌട്ട് iOS 26. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരായിരിക്കും. ബൈ.